മുൻ പീസ് ചുടിദാർ ലല്ലേ മോഡൽ ലല്ലേ പ്രിന്റ് എടുത്തോ. നല്ല മോഡൽ നല്ല പ്രിന്റ്, 4 വർഷത്തെ ഗ്യാരണ്ടി. ഇത്രയും ലോകരാജ്യങ്ങൾ ഒന്നിക്കുന്ന ഗ്ലോബൽ വില്ലേജിൽ വന്നാലും മലയാളിയാണോ നമുക്കൊരു ചായ കുടിച്ചേ തുടങ്ങാൻ പറ്റുള്ളൂ. ഞങ്ങളും തുടങ്ങിയത് അങ്ങനെയാണ്, ഒരു ചായ കുടിച്ചു. നല്ല ഫസ്റ്റ് ക്ലാസ് ചായയാണ്. ഒരു ചായക്ക് 5 dirhams ആണ്. കനലിൽ ചുട്ടെടുത്ത ചെസ്നട്ടും കോൺസും ആണ് ഇവിടെ. ഒരുപാട് പേര് വന്ന് വാങ്ങിക്കുന്നുണ്ട്. ടോപ്പ് ബോട്ടം ഷാൽ 50, ഫുൾ സെറ്റ് 50. മലയാളം അറിയാമോ? എവിടെ ചെന്നാലും മലയാളിയും ഉണ്ട് മലയാളവും ഉണ്ട്. നമ്മളിപ്പോൾ കണ്ടതേ ഇത് ഇന്ത്യ പവലിയൻ അല്ല കേട്ടോ, ഇത് പാകിസ്ഥാനി പവലിയൻ ആണ്. അവിടെ അവർ കുറച്ച് മലയാളം പഠിച്ചൊക്കെ വെച്ചിരിക്കുകയാണ്. നമ്മളെപ്പോലുള്ള മലയാളി കസ്റ്റമേഴ്സ് വരുമ്പോഴത്തേക്കും ജസ്റ്റ് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് 50 dirhams ടോപ്പ് ബോട്ടം ഷോളും നിൽക്കുക. ഇവിടെ ഈ പാകിസ്ഥാൻ പവലിയനിലെ ഷോപ്പ് നമ്പർ 63 വന്നു കഴിഞ്ഞാൽ ലേഡീസ് അക്സസറീസ് ഒരുപാടുണ്ട്. ഇതൊക്കെ കണ്ടോ, ഒരു പീസിന് 10 dirhams ഉള്ളൂ. എന്തോരം ഐറ്റംസ് ആണ് നോക്ക്. ബ്രേസ്ലെറ്റ്സ് ഒക്കെ കണ്ടാൽ നമ്മൾ അയ്യോ എന്ത് ഭംഗിയുള്ള ബ്രേസ്ലെറ്റ്സ് ആണെന്നറിയോ. ബ്രേസ്ലെറ്റ്സ് മാത്രമല്ല, ഇതുപോലത്തെ പെൻഡൻസ്, പിന്നെ കമ്മൽ, കുറേ ഐറ്റംസ് ഉണ്ട്. ഗ്ലോബൽ വില്ലേജിൽ ഏറ്റവും വൈറലായ ഒരു പ്രോഡക്റ്റാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇത് തിറാമിസു, ഓവർലോഡ് മിസു എന്നാണ് ഇതിൻ്റെ പേര്. ടർക്കി പവലിയനിലാണ്, ബിസ്കോ എന്നാണ് ഈ ഒരു ഷോപ്പിൻ്റെ പേര്. എന്തൊരു തിരക്കാണെന്നറിയാമോ ഇത് വാങ്ങിക്കാനായിട്ട്. ഇവിടെ കാത്തിരുന്നൊരു സാധനമാണിത്. മൊറോക്കോ, ഈജിപ്റ്റ്, സൗദി പവലിയനുകളാണ് ആ കാണുന്നത്. അതിൻ്റെ മുന്നിൽ മിറാക്കിൾ ഗാർഡൻ്റെ ഒരു മീനിയേച്ചർ ഒരു പാർക്ക് ഇവിടെ ഉണ്ട് കേട്ടോ, ഒരു ഗാർഡൻ ഇവിടെ ഉണ്ട്. ഭയങ്കര രസമാണ്. എല്ലാം ഫ്രഷ് ഫ്ലവേഴ്സാണ്. ഒരുപാട് പേര് വന്നിട്ട് ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. പിന്നെ ആ ഒരു പാർക്കിൽ, നമ്മളൊരു പാർക്കിലിരിക്കുന്ന ഫീലാണ് ഇവിടെ ഇരിക്കുമ്പോൾ. ഇന്ത്യ പവലിയനിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മളൊരു രാജസ്ഥാൻ, ജയ്പൂർ, പാട്ടിയാല തുടങ്ങിയ ആ സ്ഥലങ്ങളിലൊക്കെ നമ്മളിങ്ങനെ ഗല്ലികളിലൂടെ പോകത്തില്ലേ, അതേ ഒരു ഫീലാണ്. പല തരത്തിലുള്ള തുണിത്തരങ്ങളും ജൂത്തീസും എന്ന് വേണ്ട ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഇതുണ്ടോ, ജൂവലറീസ് ഒക്കെ 2 dirhams മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ജൂവലറീസ് ഒക്കെ ഉണ്ട് ഇവിടെ. ഇന്ത്യ പവലിയൻ്റെ മുന്നിൽ കുഞ്ഞു സ്റ്റാളുകളുണ്ട്, ഫുഡ് കൗണ്ടേഴ്സാണ്. ഇന്ത്യയിലുള്ള എല്ലാ സ്റ്റേറ്റിലെയും സ്ട്രീറ്റ് ഫുഡില്ലേ അതൊക്കെ ഇവിടെ കിട്ടും. എന്തൊരു തിരക്കാണെന്ന് നോക്ക്. തുടങ്ങിയ കാലം മുതൽ ഓരോ ദിവസവും ജനലക്ഷങ്ങൾ ഒഴുകിയെത്തുന്ന ഗ്ലോബൽ വില്ലേജിന്റെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല, തുടരും.